അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറൻറ്റ് പ്രപ്പോർഷൻസ് അല്ലെങ്കിൽ പലതരം അനുപാതം എന്ന് പറയുന്ന ഭാഗമാണ്. ഇവിടെ നോക്കിയ 3 സർക്കിൾസ് ഉണ്ടല്ലേ. ഈ 3 സർക്കിൾസിനകത്തും ഓരോ റെഗുലർ പോളിഗൺസും ഉണ്ട്. അതായത് ഒന്നാമത് കൊടുത്തിരിക്കുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണമാണ്. സമഭുജ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താണ്? 3 വശങ്ങളും തുല്യമായ ത്രികോണമാണല്ലേ. അതുപോലെ തന്നെ ഈ സമഭുജ ത്രികോണത്തിന്റെ 3 മൂലകളും സർക്കിളിൽ കൂടി പാസ് ചെയ്യുന്നുണ്ടല്ലേ. അതായത് വൃത്തത്തിലെ 3 ബിന്ദുക്കളാണ് ഈ സമഭുജ ത്രികോണത്തിന്റെ 3 മൂലകളായിട്ട് വന്നേക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഓരോ മൂല എടുത്തിട്ട് അതിനെ ജോയിൻ ചെയ്യിപ്പിച്ച് സെൻട്രൽ ആംഗിൾ അതായത് കേന്ദ്രകോണും വരച്ചിട്ടുണ്ടല്ലേ. ഇവിടുത്തെ കേന്ദ്രകോൺ എത്രയാണ്? 120 ഡിഗ്രിയാണ്. അതുപോലെ നമുക്ക് ഇനിയും കേന്ദ്രകോൺ വരയ്ക്കാമല്ലോ. അതായത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെ നമുക്കൊരു കേന്ദ്രകോൺ കിട്ടും അല്ലേ. അതും എത്ര തന്നെയായിരിക്കും? 120 തന്നെയായിരിക്കും. ബാക്കി ഇവിടെ ഉള്ള കേന്ദ്രകോണോ അതും 120 തന്നെയായിരിക്കും. ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എത്ര ആയിരിക്കും? 360 ആയിരിക്കും അല്ലേ. ഇത് സമഭുജ ത്രികോണമായതുകൊണ്ട് ഈ 3 കേന്ദ്രകോണുകളും തുല്യമായിട്ടായിരിക്കും ഭാഗിക്കുന്നത് അല്ലെ. അടുത്ത ഒരു റെഗുലർ പെന്റഗൺ ആണ്. അതായത് ഒരു സമപഞ്ചഭുജമാണ്. ഈ സമപഞ്ചഭുജത്തിന്റെയും ഓരോ മൂലയിൽ നിന്നും ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഓരോ കേന്ദ്രകോണുകളും എത്ര വീതമായിരിക്കും? 72 ഡിഗ്രി വീതമായിരിക്കും അല്ലെ. അടുത്തത് റെഗുലർ ഹെക്സഗൺ ആണ്. അതായത് സമഷഡ്ഭുജമാണ്. അവിടെയും എന്താണ്? ഓരോ മൂലകളിൽ നിന്നും ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഓരോ കേന്ദ്രകോണുകളും എത്ര വീതമായിരിക്കും? 60 ഡിഗ്രി വീതമായിരിക്കും. ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നോക്കിയേ, ഈ ഒരു ഇക്വിലാറ്റർ ട്രയാങ്കിളിന്റെ വശങ്ങളുടെ എണ്ണം എത്രയാണ്? വശങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് എന്താണ്? സൈഡ്സ് അല്ലെങ്കിൽ വശം എന്ന് പറയുന്നത് 3 ആണല്ലേ. അന്നേരം നമുക്ക് കിട്ടിയ ഒരു സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ കേന്ദ്രകോൺ എത്രയാണ്? 120 ഡിഗ്രിയാണ്. അടുത്ത നോക്കിയേ, റെഗുലർ പെന്റഗണിന് എത്ര വശങ്ങളുണ്ട്? 5 വശങ്ങളുണ്ട്. അന്നേരം നമുക്ക് കിട്ടിയ കേന്ദ്രകോണോ 72 ഡിഗ്രിയാണല്ലേ. ഇനി അടുത്തത് എന്താണ്? അടുത്തതെന്ന് പറഞ്ഞ ഷഡ്ഭുജമാണ്. 6 വശങ്ങളുണ്ട്. അതിന്റെ സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ കേന്ദ്രകോൺ 60 ഡിഗ്രിയാണ്. അപ്പൊ ഈ 3 ഡേറ്റാസും ഒന്ന് നോക്കിയേ. അതായത് 3 സൈഡ് ഉള്ളപ്പോൾ 120 ഡിഗ്രി അല്ലെ. 5 സൈഡ് വന്നപ്പോൾ 72 ഡിഗ്രി, 6 സൈഡ് വന്നപ്പോൾ 60 ഡിഗ്രി. അതായത് വശങ്ങളുടെ എണ്ണം കൂടിയപ്പോൾ അവിടെ ഉണ്ടാവുന്ന കേന്ദ്രകോണുകൾ എന്തായിട്ട് വന്നു? കേന്ദ്രകോണുകൾ കുറവായിട്ട് വന്നല്ലേ. അതായത് വശങ്ങളുടെ എണ്ണം കൂടി വന്നു, കേന്ദ്രകോണുകൾ കുറവായിട്ടും വന്നു. മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ഒരളവ് കൂടുന്നതനുസരിച്ച് ഒരളവ് എന്താ ചെയ്യുന്നത്? കുറയുവാണല്ലേ. ഇത്തരത്തിലുള്ള അനുപാതത്തിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ അല്ലെങ്കിൽ വിപരീത അനുപാതം. അപ്പോൾ എന്താണ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ അല്ലെങ്കിൽ വിപരീത അനുപാതം എന്ന് മനസ്സിലായല്ലോ. ഏതെങ്കിലും ഒരളവ് കൂടുന്നതിനനുസരിച്ച് മറ്റേ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരളവ് കുറയുന്നതിനനുസരിച്ച് അടുത്ത അളവ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ മാറിക്കൊണ്ടിരിക്കുന്ന അളവിനെ നമുക്ക് y എന്ന് എടുക്കാം. ഇത് x ആയിരിക്കും അല്ലെ. അടുത്ത നമുക്ക് ഈ x ഉം y ഉം കൂടെ ഒന്ന് ഗുണിക്കാം. അതായത് 3 ഗുണം 120. 3 ഗുണം 120 എത്രയാണ്? 360 ഡിഗ്രിയാണ് അല്ലേ. അതേപോലെ തന്നെ 5 ഗുണം 72 എന്ത് തന്നെയാണ്? 360 ഡിഗ്രി തന്നെയാണ്. 6 ഗുണം 60 360 ഡിഗ്രി തന്നെയാണ്. അപ്പൊ ഇവിടെ നോക്കിയേ, നമ്മൾ എക്സിനെയും വൈയെയും കൂടെ ഗുണിച്ചപ്പോൾ നമുക്ക് എല്ലാം കോൺസ്റ്റന്റ് ആയിട്ടാണ് കിട്ടിയത് അല്ലെ. 360 വീതമാണ് കിട്ടിയത്. അപ്പൊ ഈ ഒരു കേസിൽ, അതായത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലില് അല്ലെങ്കിൽ വിപരീത അനുപാതത്തില് എക്സും വൈയും കൂടെ ഗുണിച്ചാൽ എപ്പോഴും ഒരേ സംഖ്യ തന്നെയായിരിക്കും കിട്ടുന്നത്, കോൺസ്റ്റന്റ് തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പൊ നമുക്കിവിടെ കോൺസ്റ്റന്റ് ആണ് കിട്ടിയത് അല്ലെ. അതായത് എല്ലായിടത്തും സ്ഥിരമായിട്ടൊരു വാല്യൂ ആണ് കിട്ടിയത്. നമുക്കറിയാം പ്രപ്പോർഷൻസിനകത്ത് നമ്മൾ കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരെന്താണ്? പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് അല്ലെ. അപ്പൊ ഇവിടുത്തെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഈ 2 വാല്യൂസ്, അതായത് എക്സും വൈയും കൂടെ ഗുണിച്ച് കിട്ടുന്ന ആ വാല്യൂ ആയിരിക്കും ഇവിടുത്തെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് k അല്ലെങ്കിൽ ആനുപാതിക സ്ഥിരം. അപ്പൊ നമുക്കിവിടെ k കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ഇക്വേഷൻ? k ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ ആണല്ലേ. അപ്പൊ ഇൻവേഴ്സ് പ്രപ്പോർഷനിൽ k കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് x ഇൻറ്റു വൈ. നമ്മൾ പ്രപ്പോർഷനിൽ എങ്ങനെയാണ്, അതായത് ഡയറക്ട്ലി പ്രപ്പോർഷനിൽ നമ്മൾ എങ്ങനെയാണ് k കണ്ടുപിടിച്ചത്? k ഈക്വൽ ടു y ബൈ എക്സ് എന്നായിരുന്നു അല്ലേ. അപ്പം ഡയറക്ട്ലി പ്രപ്പോർഷൻ അല്ലെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ച പ്രപ്പോർഷൻ അല്ലെങ്കിൽ അനുപാതത്തിൽ k കണ്ടുപിടിക്കുന്ന, k എന്ന് പറഞ്ഞാൽ എന്താണ്? ആനുപാതിക സ്ഥിരം അല്ലെ, പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? y ബൈ എക്സ് എന്നായിരുന്നു. ഇവിടെ എന്താണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് അല്ലെ. അതായത് വിപരീത അനുപാതത്തിൽ k ആനുപാതിക സ്ഥിരം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? x ഇൻറ്റു വൈ എന്നാണ്. അപ്പൊ നമുക്കിവിടെ y കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? y ഇസ് ഈക്വൽ ടു k ബൈ എക്സ് എന്നാണ് അല്ലെ. k ബൈ എക്സ്, k എന്ന് പറഞ്ഞ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. അപ്പൊ വൈയുടെ വാല്യൂ, ഇവിടുത്തെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതാണ് k അല്ലേ, ഇതേ ബൈ എക്സ് ചെയ്താൽ മതി. നമ്മൾ ആദ്യം പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനകത്ത് നിന്നും y കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? y ഇസ് ഈക്വൽ ടു
കെ ഇൻറ്റു എക്സ് എന്നായിരുന്നു അല്ലേ. അതായത് ഓർമ്മയുണ്ടോ, ആദ്യത്തെ ഒരു കോളം എക്സ്, രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ എക്സിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് വൈ എന്ന് പറയുന്ന കോളം കിട്ടുന്നത് അല്ലേ. അതായത് ആദ്യത്തെ കോളത്തെ നമ്മൾ എക്സ് എന്ന് എഴുതും, രണ്ടാമത്തെ കോളം വൈ ആയിരുന്നു. വൈക്ക് വരുന്ന നമ്മൾ എന്തായിരുന്നു, ആ എക്സിനെ ഇപ്പം 3 ആണെങ്കിൽ 3നെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് വൈ കിട്ടുന്നത് അല്ലെ, വൈ എന്ന് പറയുന്ന കോളം കിട്ടുന്നത്. ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് വൈ കണ്ടുപിടിക്കുന്നത് കെ ബൈ എക്സ് ആണ്. ആദ്യം നമ്മൾ പ്രപ്പോർഷനാത്തി പഠിച്ചത് വൈ ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് എന്നുമാണ്. അപ്പൊ ഇവിടെ നോക്കിയേ, നമ്മുടെ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ അല്ലെങ്കിൽ വിപരീത അനുപാതത്തിൽ വൈയുടെ വില കൂടുന്തോറും ഇതെന്താണ്, റെസിപ്രോക്കൽ ആണല്ലേ, എക്സിന്റെ വില കുറയുവാണ്. അല്ലെങ്കിൽ വൈയുടെ വില കുറയുമ്പോൾ എക്സിന്റെ വില കൂടുകയാണ്. ഇത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ് കിടക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം വൈയും എക്സും തമ്മിൽ എന്തായിരിക്കും, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്, അതായത് വിപരീത അനുപാതത്തിലാണെന്ന്. ഒരെണ്ണത്തിന്റെ വില കൂടുമ്പോൾ ഒരെണ്ണത്തിന്റെ വില കുറയും, അല്ലെങ്കിൽ ഒരെണ്ണത്തിന്റെ വില കുറയുമ്പോൾ മറ്റേതിന്റെ വില കൂടുന്നു. അപ്പൊ ഇനി നമുക്ക് പേജ് നമ്പർ 232 ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ഇക്വിലാറ്റർ ട്രയാങ്കിളിന്റെ സൈഡിന്റെ ലെങ്തിന്റെ സ്ക്വയർ, അതായത് സൈഡ് എന്ന് പറഞ്ഞാൽ വശം അല്ലെ, വശത്തിന്റെ നീളം ഉണ്ടല്ലോ, വശത്തിന്റെ നീളത്തിന്റെ വർഗം. അതായത് വശം എ ആണെങ്കിൽ വശത്തിന്റെ സ്ക്വയർ എന്തായിരിക്കും, അല്ലെങ്കിൽ വശത്തിന്റെ വർഗം എന്ന് പറയുന്നത് എ സ്ക്വയർ ആയിരിക്കും അല്ലെ. അപ്പൊ ഈ വശത്തിന്റെ വർഗം അതായത് എ സ്ക്വയറും അതുപോലെ തന്നെ ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സമഭുജ ത്രികോണത്തിന്റെ ഏരിയ എന്ന് വെച്ചാൽ പരപ്പളവും തമ്മിൽ ആനുപാതികമാണ്, അതായത് പ്രപ്പോർഷണൽ ആണെന്ന് തെളിയിക്കണം. അപ്പൊ ഇവിടെ എന്താണ്, ഏരിയ ആണല്ലേ, ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്. അപ്പൊ നമുക്കിവിടെ പ്രപ്പോർഷൻ ആണ് അല്ലെങ്കിൽ ആനുപാതികമാണെന്ന് തെളിയിക്കേണ്ട ഏതൊക്കെ വാല്യൂസ് ആണ്, അതായത് എ സ്ക്വയർ സൈഡിന്റെ സ്ക്വയറും സൈഡിന്റെ വർഗവും ആ ഒരു ഇക്വിലാറ്റർ ട്രയാങ്കിളിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവും തമ്മിലാണ് ആനുപാതികമാണെന്ന് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ഇവിടെ വശം എന്ന് പറഞ്ഞാൽ ഇക്വിലാറ്റർ ട്രയാങ്കിളിന്റെ വശങ്ങളെല്ലാം തുല്യമായിരിക്കുമല്ലോ. വശം നമുക്ക് ഒന്നെന്ന് കൊടുക്കാം. ഒന്നെന്ന് കൊടുക്കുവാണെങ്കിൽ അപ്പൊ എ എന്ന് പറയുന്നത് ഇക്വിലാറ്റർ ട്രയാങ്കിളിന്റെ വശമാണ്. ആ വശം ഒന്നായിട്ട് എടുക്കുവാണെങ്കിൽ അതിന്റെ സ്ക്വയർ എന്തായിരിക്കും, ഒന്നിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 തന്നെയാണല്ലോ. അപ്പൊ 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്. ഏരിയ, ഇക്വിലാറ്റർ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. √3 a സ്ക്വയർ ബൈ 4. അതായത് ഈ എ സ്ക്വയർ ആണ് ഇവിടെ മാറുന്നത് അല്ലെ. അപ്പൊ ഇവിടെ മാറുന്ന അളവിനെ നമ്മൾ y എന്ന് കൊടുത്തു. അപ്പൊ എ സ്ക്വയർ എന്തായിരിക്കും, എക്സും ആയിരിക്കും അല്ലെ. √3/4 ഇൻറ്റു എ സ്ക്വയർ. √3/4 എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടുത്തെ കോൺസ്റ്റന്റ് ആണല്ലേ. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ എത്രയാണ്, 1ന്റെ സ്ക്വയർ ആണ്. 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അതായത് √3/4 തന്നെ ആയിരിക്കും അല്ലെ. അപ്പൊ ആദ്യത്തെ വാല്യൂ എന്താണ്, √3/4 എന്നായിരിക്കും. അടുത്ത് നോക്കിയേ, നമുക്ക് സൈഡിനെ 2 എന്ന് എടുക്കാം. 2 എന്ന് എടുക്കുമ്പോൾ 2ന്റെ സ്ക്വയർ എത്രയാണ്, 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണല്ലേ. √3/4 ഇൻറ്റു എ സ്ക്വയർ ആണല്ലേ. എ സ്ക്വയറിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം, 4 എന്ന് കൊടുക്കാം, ഇൻറ്റു 4 എന്ന് കൊടുക്കാം. അടുത്ത് നോക്കിയേ, സൈഡ് ഞാൻ 3 എന്ന് എടുത്തു. 3 എന്ന് എടുക്കുമ്പോൾ 3ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും, √3/4 ഇൻറ്റു 9 എന്ന് വരും. അപ്പൊ നമുക്ക് ഒരു വാല്യൂ കൂടെ കൊടുക്കാം, 4 എന്ന് കൊടുക്കാം. അപ്പൊ 4ന്റെ സ്ക്വയർ എത്രയാണ്, 16 ആണല്ലേ. അപ്പം √3/4 ഇൻറ്റു 16 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ എല്ലാം നോക്കിയേ, എക്സ് എന്ന് പറയുന്നതിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. 1, 4, 9, 16 എന്ന് കൂടിക്കൊണ്ടിരിക്കുക. വൈയുടെ വാല്യൂ ആദ്യം √3/4 ആയിരുന്നു, രണ്ടാമത് √3/4 ഇൻറ്റു 4 എന്ന് കിട്ടി, മൂന്നാമത് √3/4 ഇൻറ്റു 9 എന്ന് കിട്ടി, നാലാമത് എന്താണ്, √3/4 ഇൻറ്റു 16 എന്ന് കിട്ടി. അപ്പൊ ഇങ്ങനെ നമ്മൾ വാല്യൂസ് കൂട്ടിക്കൂട്ടി കൊടുത്താൽ ഇവിടെ ഏരിയയുടെ വാല്യൂ എന്ത് തന്നെയായിരിക്കും, അല്ലെങ്കിൽ വൈയുടെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതെന്താണ്, പ്രപ്പോർഷനിലായിരിക്കുമെന്ന്. ഇനി ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കെ ആണ്. നമുക്കറിയാം ഈ ഒരു കോളം കാണുമ്പോൾ തന്നെ അറിയാം പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്തായിരിക്കും, ഈ കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. എന്തുകൊണ്ടാ, എല്ലാ സംഖ്യകളെയും അതായത് എല്ലാ എക്സിന്റെയും കൂടെ ഒരേ സംഖ്യ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. ഒരേ സംഖ്യ എന്ന് പറയുമ്പോൾ √3/4 അങ്ങനെ √3/4 കൊണ്ടാണ് എല്ലാ എക്സുകളെയും മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത് അല്ലെ. അങ്ങനെ കിട്ടിയ വാല്യൂ ആണ് നമുക്ക് വൈ. അപ്പൊ വൈ നമുക്ക് എങ്ങനെയാ കിട്ടിയത്, എല്ലാ എക്സുകളെയും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് വൈ കിട്ടിയത്. അപ്പൊ ആ ഒരേ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണത്, കെ ആണല്ലേ. അല്ലെങ്കിൽ നമുക്ക് കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, k = y/x എന്നാണ്. അതായത് ഇത് പ്രപ്പോർഷൻ ആണല്ലോ, ആനുപാതികമായതുകൊണ്ടാണ് y/x എടുത്തത്. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആകുമ്പോഴാണ് x × y എന്ന് വരുന്നത് കെയുടെ വില. അപ്പൊ ഇവിടെ എന്താണ്, ഇത് ഡയറക്ട്ലി പ്രപ്പോർഷൻ ആണ് അല്ലെ, നേർ അനുപാതമാണ്. അതുകൊണ്ട് നമുക്ക് k എന്ന് പറയുന്നത് y/x എന്ന് എടുക്കാം. അതായത് വൈയുടെ വില എന്താണ്, വൈയുടെ വില നമുക്ക് ഇതെടുക്കാം, മൂന്നാമത്തെ വാല്യൂ എടുക്കാം. അപ്പം വൈയുടെ വില എന്താണ്, √3/4 ഇൻറ്റു 9 എന്നാണ് അല്ലേ.
എക്സിന്റെ വിലയോ എക്സ് എന്ന് പറയുന്നത് 9 ആണ്. എക്സ് എന്ന് പറയുന്ന ഡിവിഷൻ ആണല്ലോ, അപ്പം ഡിവൈഡഡ് ബൈ 9. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? √3/4 ഇൻറ്റു 9. ഇനി ഈ 9 എന്ന് പറയുന്നത് എന്താണ്? ഇത് 9/1 എന്നാണല്ലേ. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കും. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/9 എന്ന് വരും. ഈ 9ഉം ഈ 9ഉം കട്ട് ചെയ്താൽ എന്ത് കിട്ടും? ബാക്കി √3/4 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ കെ എന്താണ്? √3/4 ആണ്. അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വൈയുടെ വില കിട്ടിയത് എക്സിന്റെ കൂടെ ഒരു കോൺസ്റ്റന്റ് കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് അല്ലെ. ആ കോൺസ്റ്റന്റ് ഏതാണ്? √3/4. അപ്പൊ ലാസ്റ്റ് നമുക്ക് എന്ത് എഴുതാം? ഏരിയ ചേഞ്ചസ് പ്രപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു സ്ക്വയർ ഓഫ് സൈഡ് അല്ലെ. പരപ്പളവ് വശത്തിന്റെ വർഗത്തിന് ആനുപാതികമാണെന്ന് നമ്മൾ തെളിയിച്ചു. അപ്പൊ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആനുപാതിക സ്ഥിരം കെ എത്രയായിരിക്കും? √3/4 ആയിരിക്കും. അപ്പൊ ഇതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യനും ആദ്യം ചെയ്തതുപോലെ തന്നെ വശങ്ങളുടെ സ്ക്വയറും ഏരിയയും തമ്മിൽ, പരപ്പളവും തമ്മിൽ ആനുപാതികമാണോ എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഒന്നാമത് നമ്മൾ ഒന്നൊന്നെടുത്തു. ഒരു വശം ഒന്നൊന്നെടുത്താൽ അതിന്റെ എ സ്ക്വയർ, അതായത് അതിന്റെ സ്ക്വയർ എത്രയായിരിക്കും? സ്ക്വയർ എന്ന് പറയുന്നത് 1 സ്ക്വയർ ആണ്, അതായത് 1 തന്നെയാണ് അല്ലേ. അപ്പൊ ഇനി ഏരിയ, ഒരു സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? എ സ്ക്വയർ എന്ന് തന്നെയല്ലേ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, അതായത് വശം ഗുണം വശം. അപ്പൊ അവിടെയും എന്ത് തന്നെയായിരിക്കും? ഏരിയയും 1 തന്നെ ആയിരിക്കും. ഇനി 2 എടുത്താലോ? 2 എടുത്താൽ 2ന്റെ സ്ക്വയർ എന്താണ്? 4 ആണല്ലേ. ഏരിയ എന്ന് പറയുന്നത് എന്താണ്? എ സ്ക്വയർ ആണ്. അപ്പൊ അവിടെ 4 കിട്ടി. 3 എടുത്താൽ 3ന്റെ സ്ക്വയർ 9 ആണ്. ഏരിയ എന്ത് തന്നെ ആയിരിക്കും? 9 ആണ്. ഇനി അങ്ങോട്ട് ഏത് നമ്പർ എടുത്താലും ഇതേപോലെ തന്നെ വരും അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, എ സ്ക്വയറും ഏരിയ പരപ്പളവും തമ്മിൽ ആനുപാതികമാണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ആണല്ലോ. എ സ്ക്വയർ എന്ന് പറയുന്നത് 1 വരുമ്പോൾ ഏരിയ എന്താണ്? 1 ആണല്ലേ. അതായത് ഇത് 1 × 1 എന്ന് കൊടുത്താൽ ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഉണ്ട്. ആ കോൺസ്റ്റന്റ് എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെയും എന്താണ്? 1 × 4, 1 × 9. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഇത് രണ്ടും എന്തായിരിക്കും? ആനുപാതികമായിരിക്കും, അതായത് പ്രപ്പോർഷനിലായിരിക്കും. അപ്പൊ ഇവിടെ മാറുന്ന അളവ് y, ഇതാണ് y, ഇത് x ആണല്ലേ. അപ്പൊ നമുക്കിവിടെ k കണ്ടുപിടിക്കണമെങ്കിൽ k എന്ന് പറഞ്ഞാൽ എന്താണ്? y/x ആണല്ലേ. y/x എന്ന് പറഞ്ഞാൽ y എന്താണ്? 4 എടുത്താൽ 4, അവിടുത്തെ x എത്രയാണ്? 4 തന്നെയാണ് അല്ലേ. 4/4 എന്ന് പറഞ്ഞാൽ 1 ആണ്. അല്ലെ തന്നെ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഈ നമ്പേഴ്സിന് മാറ്റമില്ലാത്തത് കൊണ്ട് അതിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ് നമ്പേഴ്സിന് മാറ്റമില്ലാത്തത് അല്ലേ. അപ്പൊ ഇവിടുത്തെ കോൺസ്റ്റന്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. k എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പൊ ലാസ്റ്റ് നമുക്ക് എന്ത് എഴുതാം? ഏരിയ ഓഫ് സ്ക്വയർ ഈസ് പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ലെങ്ത് ഓഫ് വൺ സൈഡ് അല്ലെ. അതായത് ഒരു സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് വശത്തിന്റെ വർഗത്തിന് ആനുപാതികമാണ്. എയ്ക്ക് ആനുപാതികമാണെന്നല്ല നമ്മൾ തെളിയിച്ചത്, എ സ്ക്വയർ, അതായത് ഈ വശം ഉണ്ടല്ലോ, വശത്തിന്റെ സ്ക്വയറിന് ആനുപാതികമാണ് അതിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്നാണ് നമ്മൾ തെളിയിച്ചത്. അപ്പൊ ഇവിടെ നോക്കിയേ, പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കെ, അതായത് ആനുപാതിക സ്ഥിരം എത്രയാണ്? 1 ആണ് അല്ലേ. നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ഇവിടെ പറഞ്ഞായിരുന്നു. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഒരു ചതുരത്തിന്റെ പരപ്പളവ് 1 മീറ്റർ സ്ക്വയർ ആണ്. അതായത് ചതുരത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ഇതിന്റെ ഒരു വശത്തിന്റെ നീളം മാറുന്നതിനനുസരിച്ച് മറ്റേ വശത്തിന്റെ നീളവും മാറണം. അതായത് ഇപ്പൊ നീളമാണ്, ചതുരത്തിന്റെ നീളവും വീതിയുമാണല്ലോ, ലെങ്തും ബ്രെഡ്ത്തും ആണല്ലേ. അപ്പൊ ചതുരത്തിന്റെ ലെങ്ത് കൂടുവാണെങ്കിൽ ബ്രെഡ്ത്ത് എന്ത് ചെയ്യണം? കുറയണം. എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചാൽ ഇതിന്റെ ഏരിയയ്ക്ക് മാറ്റം വരരുത്, ഏരിയയ്ക്ക് വ്യത്യാസമൊന്നും ഉണ്ടാവരുത്. ഏരിയ എപ്പോഴും എന്ത് തന്നെ ആയിരിക്കണം? 1 മീറ്റർ സ്ക്വയർ തന്നെ ആയിരിക്കണം. അപ്പൊ നമുക്ക് ഏരിയ 1 മീറ്റർ സ്ക്വയർ തന്നെ ആയിരിക്കണം അല്ലെ. ഇവിടെ ലെങ്ത് ഒന്ന് കൂട്ടിക്കൊടുക്കുക, അതായത് ബ്രെഡ്ത്തിന് വ്യത്യാസമൊന്നും വരുത്തുന്നില്ല എങ്കിൽ 1 മീറ്റർ സ്ക്വയർ ആയിട്ട് മാറുമോ ഏരിയ? അപ്പം വീണ്ടും എന്താണ്? ലെങ്ത് കൂടുന്ന അനുസരിച്ച് ഏരിയ കൂടുന്നുണ്ടല്ലേ. ഇനി അടുത്തത് ബ്രെഡ്ത്ത് കൂട്ടിയാലോ, അതായത് വീതി കൂട്ടിയാലോ? വീതി കൂട്ടിയാലും സെയിം അങ്ങനെ തന്നെയാണ് അല്ലേ. അതായത് അതിന്റെ പരപ്പളവ് ഏരിയ എന്ത് ചെയ്യും? ഏരിയയും കൂടും. അപ്പൊ ഏരിയ കൂടാനോ കുറയാനോ പാടില്ല, 1 മീറ്റർ സ്ക്വയർ തന്നെ ആയിരിക്കണം. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ബ്രെഡ്ത്ത് കൂട്ടുവാണെങ്കിൽ, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് കൂട്ടുവാണെങ്കിൽ ലെങ്ത് എന്ത് ചെയ്യണം? കുറയ്ക്കണം. അല്ലെങ്കിൽ ലെങ്ത് കൂട്ടുവാണെങ്കിൽ ബ്രെഡ്ത്ത് കുറയ്ക്കണം. അപ്പൊ അത് തമ്മിൽ എന്താണ്? അത് തമ്മിൽ ഒന്ന് കൂട്ടുമ്പോൾ, ഒരളവ് കൂട്ടുമ്പോൾ മറ്റേ അളവ് കുറയ്ക്കണം. അങ്ങനാണെങ്കിൽ മാത്രമേ നമുക്ക് ഏരിയ, പരപ്പളവ് എപ്പോഴും 1 മീറ്റർ സ്ക്വയർ ആക്കി മാറ്റാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമുക്ക് മനസ്സിലായി, ഒരളവ് കൂട്ടുമ്പോൾ, ലെങ്ത് കൂട്ടുമ്പോൾ ബ്രെഡ്ത്ത് കുറച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഏരിയ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ലെങ്ത് കൂട്ടിക്കൊടുക്കുക, ലെങ്ത് ഇപ്പൊ ഇവിടുത്തേനേക്കാളും കുറച്ചുകൂടെ കൂട്ടിക്കൊടുക്കുക. ബ്രെഡ്ത്ത് കൂട്ടുന്നില്ല, ബ്രെഡ്ത്ത് ഇത്രയും തന്നെയാണ്. പക്ഷെ എന്താണ്? അതിന്റെ ഏരിയ മാറും അല്ലെ, ഏരിയ കൂടും. ഇനി ബ്രെഡ്ത്തും കൂട്ടി കൊടുക്കുവാണെങ്കിൽ ഏരിയ വീണ്ടും മാറും, വീണ്ടും എന്ത് ചെയ്യും? കൂടുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെങ്ത് കൂട്ടുവാണെങ്കിൽ ഈ ബ്രെഡ്ത്ത് എന്ത് ചെയ്യണം? കുറച്ചൊന്ന് കുറയ്ക്കണം അല്ലെ. അല്ലെങ്കിൽ ഈ ബ്രെഡ്ത്ത് ഒന്ന് കൂട്ടുവാണെങ്കിൽ ഈ ലെങ്ത് ഒന്ന് കുറച്ച് കുറയ്ക്കണം. എന്നാൽ മാത്രമേ അത് ബാലൻസ് ചെയ്ത് ഈ 1 മീറ്റർ സ്ക്വയർ തന്നെ ആവത്തുള്ളൂ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ റിലേഷനെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഓൾജിബ്രൈക് ഇക്വേഷനിൽ എഴുതണം. അതായത് ബീജഗണിത സമവാക്യമായിട്ട് എഴുതണം.
അതിനുശേഷം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ ഡു വി സ്റ്റേറ്റ് ഇൻ ടേംസ് ഓഫ് പ്രപ്പോർഷൻ, അതായത് അനുപാതത്തിന്റെ ഭാഷയിൽ ഈ ബന്ധത്തിനെ, അതായത് ഈ റിലേഷനെ എങ്ങനെ പറയാമെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഈ ചതുരത്തിന്റെ ലെങ്തിനെയും ബ്രെഡ്ത്തിനെയും അല്ലെങ്കിൽ ചതുരത്തിന്റെ വശങ്ങളെ എങ്ങനെ എടുക്കാം, എക്സ് എന്നും വൈ എന്നും എടുക്കാം. അപ്പൊ ആദ്യം നമുക്ക് ലെറ്റ് സൈഡ്സ് ഓഫ് റെക്ടാംഗിൾ ആർ എക്സ് ആൻഡ് വൈ, അതായത് ചതുരത്തിന്റെ വശങ്ങളെ എക്സ് വൈ എന്ന് എടുക്കാം. അതിനുശേഷം നമുക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, പരപ്പളവ് അല്ലെ, ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്. പരപ്പളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നാണ് അല്ലെ. ലെങ്തും ബ്രെഡ്ത്തും എങ്ങനെ എടുത്തേക്കുന്നത്, എക്സും വൈയും ആയിട്ടാണ് അല്ലെ. അപ്പൊ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് ഇൻറ്റു വൈ എന്ന് എഴുതാം അല്ലെ. അതായത് ഈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ എത്രയാണ് തന്നിട്ടുണ്ട്, എത്രയാണ്, 1 ആണ്. അതായത് 1 മീറ്റർ സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബീജഗണിത സമവാക്യം എന്ന് പറയുന്നത് ഇതാണ് അല്ലെ, ഓൾജിബ്രൈക് ഇക്വേഷൻ ഇതാണ്. അപ്പൊ ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇവരുടെ ബന്ധം അല്ലെ, അതായത് എക്സും വൈയും തമ്മിലുള്ള ബന്ധം നോക്കാം. എക്സിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, എക്സ് എന്ന് പറയുന്നത് ഈ വൈ ഇങ്ങിപ്പുറത്ത് വരും അല്ലെ, 1/y. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഓർ വൈയുടെ വില കണ്ടുപിടിക്കാം. വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ എക്സിനെ ഇങ്ങിപ്പുറത്ത് കൊണ്ടുവരും അല്ലെ. ഇവിടെ രണ്ടുപേരുടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് അപ്പുറത്ത് വരുമ്പം 1/x എന്ന് കിട്ടും. ഇതിന്റെ അർത്ഥം എന്താണ്, എക്സ് കൂടുമ്പോൾ വൈ എന്ത് ചെയ്യുന്നു, കുറയുന്നല്ലേ. ഇവിടെ ഇൻവേഴ്സ്ലി പ്രപ്പോർഷനിലാണ്. ഡയറക്ട്ലി ആണെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ എന്ന് വന്നേനെ, അതായത് എക്സ് കൂടുമ്പോൾ വൈ കൂടുന്നു, അല്ലെങ്കിൽ എക്സ് കുറയുമ്പോൾ വൈ കുറയുന്നു. ഇവിടെ എന്താണ്, എക്സ് കൂടുവാണെങ്കിൽ വൈ കുറയുവാണല്ലേ, അല്ലെങ്കിൽ എക്സ് കുറയുവാണെങ്കിൽ വൈ കൂടുവാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ റിലേഷൻ എന്താണ്, ഇവർ തമ്മിൽ, അതായത് എക്സും വൈയും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും, വിപരീത അനുപാതമായിരിക്കും. അതാണ് ഇവിടുത്തെ റിലേഷൻ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, y ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എക്സ് എന്ന് എഴുതാം അല്ലെ. അതായത് വൈയും എക്സും എന്തായിരിക്കും, വിപരീത അനുപാതത്തിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്, ആനുപാതിക സ്ഥിരം എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്, k ഈക്വൽ ടു ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാത്തി നമ്മൾ പറഞ്ഞായിരുന്നു. k എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എക്സ് ഇൻറ്റു വൈ ആണ് അല്ലെ. അപ്പൊ k ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ എന്നാണ്. ഇവിടെ എക്സ് ഇൻറ്റു വൈ എന്താണ്, എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. അതായത് ഇവിടെ ഏരിയ ആയതുകൊണ്ട് ഏരിയ എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഇവിടുത്തെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആനുപാതിക സ്ഥിരം എത്രയാണ്, 1 ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഒരേ പരപ്പളവുള്ള ത്രികോണങ്ങൾ, അതായത് ഒരേ ഏരിയ ഉള്ള ത്രികോണങ്ങൾ, ആ ത്രികോണങ്ങളിലെല്ലാം ഏറ്റവും വലിയ വശത്തിന്റെ നീളം. അപ്പൊ നമ്മളിവിടെ ഏറ്റവും വലിയ വശമായിട്ട് എടുത്തേക്കുന്നത് ഇതാണ്, ഈ ബേസ് ആണ്. അതിനെ നമ്മൾ ബി എന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഏറ്റവും വലിയ വശത്തിന്റെ നീളവും അതുപോലെ തന്നെ എതിർമൂലയിൽ നിന്നും, ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നും ഈ വലിയ വശത്തേക്ക് വരുന്ന ലംബം, അതിന്റെ നീളം. ലംബം എന്ന് പറഞ്ഞാൽ എന്താണ്, പെർപെൻഡിക്കുലാർ അല്ലെ. അപ്പൊ ഈ പെർപെൻഡിക്കുലാറിന്റെ നീളവും ലെങ്തും തമ്മിലുള്ള റിലേഷൻ നമുക്ക് പ്രപ്പോർഷന്റെ ടേമിൽ എങ്ങനെ പറയാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന് രണ്ടാമതൊരു ക്വസ്റ്റ്യനോടുണ്ട്. ഏറ്റവും വലിയ വശത്തിന് പകരം ഏറ്റവും ചെറിയ വശം എടുത്താൽ അവിടെ ആ ബന്ധത്തിനെ നമുക്ക് എങ്ങനെ പറയാം. അപ്പോൾ ഏറ്റവും ചെറിയ വശം എടുക്കുമ്പോൾ അതിലേക്ക് വരയ്ക്കുന്ന ലംബ ദൂരം അല്ലെ, അല്ലെങ്കിൽ അതിലേക്ക് വരുന്ന പെർപെൻഡിക്കുലർ, അതിന്റെ നീളവും ഏറ്റവും ചെറിയ വശവും തമ്മിലുള്ള റിലേഷൻ. അപ്പൊ അതിനെ എങ്ങനെ പറയാം, അനുപാതത്തിന്റെ ടേമിൽ എങ്ങനെ പറയാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരേ പരപ്പളവുള്ള, ഒരേ ഏരിയ ഉള്ള എല്ലാ ത്രികോണങ്ങളെയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഈ ത്രികോണത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാം അല്ലെ. ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്. പരപ്പളവ് കണ്ടുപിടിക്കുന്നതിന്റെ ഇക്വേഷൻ എന്താണ്, ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുന്നത് 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നാണ് അല്ലെ, ഹാഫ് BH എന്നാണ്. അപ്പൊ നോക്കിയേ, ഇവിടെ ഏരിയ A ഈക്വൽ ടു ഹാഫ് BH എന്നാണല്ലോ. നമുക്കിവിടെ എന്തിന്റെയൊക്കെ റിലേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്, ബേസിന്റെയും ഹൈറ്റിന്റെയും ആണല്ലേ. ഏറ്റവും നീളം കൂടിയ വശത്തിന്റെയും അതിലേക്ക് വരയ്ക്കുന്ന ലംബ ദൂരത്തിന്റെയും അതിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലാറിന്റെ ലെങ്തിന്റെയും റിലേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അതെന്ന് പറഞ്ഞാൽ ബിയും എച്ചും ആണല്ലോ, ബേസും ഹൈറ്റും ആണല്ലോ. അപ്പൊ നമുക്ക് ബേസിന്റെ ഹൈറ്റിന്റെ റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബേസിനെ ഹൈറ്റിനെ നമ്മൾ ഒരു സൈഡിൽ നിർത്തുന്നു, B ഇൻറ്റു എച്ച്. അടുത്ത എന്താണ്, ഈ ഹാഫിനെ നമ്മൾ 2ന്റെ അടുത്തോട്ട് കൊണ്ടുപോകും അല്ലെ. അപ്പൊ എന്താണ്, ഈ ഹാഫ് ഇപ്പുറത്ത് പോകുമ്പോൾ എന്തായിട്ട് മാറും, 2 ഇൻറ്റു A ആയിട്ട് മാറും അല്ലെ. ഈ ഹാഫ് അപ്പുറത്ത് വരുമ്പോൾ 2 ആയിട്ട് മാറും. അപ്പൊ ഇനി നോക്കിയേ, BH ഈക്വൽ ടു 2A എന്നാണ്. അപ്പൊ നമുക്ക് ബിയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം, B ഈക്വൽ ടു 2A. ഈ എച്ച് ഇവിടെ ഗുണിക്കുവാണ്, അതിപ്പുറത്ത് വരുമ്പോൾ എന്താവും, ഹരണമാവും, അതായത് ഡിവിഷൻ ആവും എച്ച്. ഇനി നോക്കിയേ, ബിയും എച്ചും തമ്മിലുള്ള റിലേഷൻ എന്താണ്, ബി എന്ന് പറയുന്നത് 1/h ആണ് അല്ലെ, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അതായത് ബി കൂടുമ്പോൾ എച്ച് കുറയും, അല്ലെങ്കിൽ ബി കുറയുമ്പോൾ എച്ച് കൂടും. നീളമുള്ള വശവും അതിലേക്ക് വരയ്ക്കുന്ന ലംബ ദൂരവും എന്തായിരിക്കും, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടുത്തെ അനുപാതത്തിന്റെ ബന്ധം എന്ന് പറയുന്നത് വിപരീത അനുപാതമായിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം,
ദ ലെങ്ത് ഓഫ് ദ ലോങ്ങസ്റ്റ് സൈഡ് ഓഫ് ട്രയാങ്കിൾ. ലോങ്ങസ്റ്റ് സൈഡിനെ നമുക്ക് ബി എന്ന് എടുക്കാം അല്ലേ, അതായത് ത്രികോണത്തിന്റെ ഏറ്റവും വലിയ വശത്തിന്റെ നീളമാണ് ബി. അടുത്തത് ദ ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലർ ടു ഇറ്റ് ഫ്രം ഓപ്പോസിറ്റ് വെർട്ടെക്സിനെ എച്ച് എന്നും എടുക്കാം. അതായത് എതിർമൂലയിൽ നിന്നും ആ വശത്തിലേക്കുള്ള ലംബത്തിന്റെ നീളത്തിനെയാണ് എച്ച് എന്ന് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് ഹാഫ് ബി എച്ച് ആയിരിക്കുമല്ലോ. എ എന്ന് പറയുന്ന ഹാഫ് ബി എച്ച് ആണ്. ബി എച്ചിനെയാണ് നമുക്ക് ബി എച്ചിന്റെ റിലേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബി എച്ച് ഈക്വൽ ടു 2a എന്ന് കിട്ടും. അതായത് ഈ ഹാഫ് ഇങ്ങ് ഇപ്പുറത്തോട്ട് വന്നു. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ബിയുടെ വില കണ്ടുപിടിക്കാൻ ഈ 2യുടെ കൂടെ ഈ എച്ചിനെ ഞാൻ കൊണ്ടുവന്നാൽ മതി അല്ലേ. അപ്പോൾ 2യുടെ അടുത്തോട്ട് എച്ച് വരുമ്പം ഡിവൈഡഡ് ബൈ എച്ച് എന്ന് വരും. അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ബിയും എച്ചും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണല്ലേ, അതായത് വിപരീത അനുപാതത്തിലാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? therefore the length of longest side is inversely proportional to the length of perpendicular from opposite vertex. അതായത് ഏറ്റവും വലിയ വശത്തിന്റെ നീളവും എതിർമൂലയിൽ നിന്ന് ആ വശത്തിലേക്കുള്ള ലംബത്തിന്റെ നീളവും വിപരീത അനുപാതത്തിലായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആനുപാതിക സ്ഥിരം k എത്രയായിരിക്കും? നമുക്കറിയാം k എന്ന് പറഞ്ഞാൽ x ഇൻറ്റു y ആണ് അല്ലേ. ഇവിടുത്തെ x എന്ന് പറയുന്ന b ആണ്, y എന്ന് പറയുന്ന h ആണ്. അങ്ങനെയാണെങ്കിൽ b ഇൻറ്റു h എന്തായിരിക്കും? 2a ആണ്. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം k എന്ന് പറഞ്ഞാൽ എന്താണ്? x ഇൻറ്റു y, അല്ലെങ്കിൽ x എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? k ബൈ y എന്നാണ് അല്ലേ. അപ്പൊ ഈ മുകളിൽ കിടക്കുന്ന x b ആണെങ്കിൽ മുകളിൽ കിടക്കുന്നത് എന്താണ്? ഇതായിരിക്കും k അല്ലേ, കോൺസ്റ്റന്റ്. അല്ലെങ്കിൽ x ഇൻറ്റു y ആണ് k. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? ബി എച്ച് എന്ന് പറയുന്നത് 2a. അപ്പൊ അതാണ് അവിടുത്തെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. അപ്പൊ 2a ആയിരിക്കും അവിടുത്തെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആനുപാതിക സ്ഥിരം. അടുത്ത ഇതിന്റെ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. ഏറ്റവും വലിയ വശത്തിന് പകരം ഏറ്റവും ചെറിയ വശം എടുത്താലോ? അപ്പൊ ഇവിടെ നോക്കി, ഏറ്റവും വലിയ വശം ഇതായിരുന്നല്ലേ, അപ്പൊ ഏറ്റവും ചെറിയ വശം ഇതാണ്. അപ്പൊ അവിടോട്ട് നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്, അതായത് ലംബം വരയ്ക്കുവാണ്. ഇവിടെ 90 ഡിഗ്രി ആയിരിക്കുമേ. അപ്പോൾ ഒരു ലംബം വരച്ചു. അപ്പൊ നമ്മൾ ഇതിനെ ബേസ് ആയിട്ട് എടുക്കും അല്ലേ. അപ്പൊ ഇത് ബി ആണ്, ഇതെന്തായിരിക്കും? എച്ച് ആയിരിക്കും. അതായത് ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ബി എച്ച് ആണ്. അപ്പൊ അവിടെ നമുക്ക് ബി എച്ചിന്റെ റിലേഷൻ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ഹാഫിനെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ ബി എച്ച് ഈക്വൽ ടു 2a എന്ന് കിട്ടും അല്ലേ. അതായത് ബി ഈക്വൽ ടു 2a ബൈ എച്ച് എന്ന് കിട്ടും. അപ്പം വലിയ വശം എടുത്താലും ചെറിയ വശം എടുത്താലും ബിയുടെ വില എന്തായിരിക്കും? 2a ബൈ എച്ച് ആയിരിക്കും. അതായത് ബി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എച്ച് ആയിരിക്കും. അതായത് ബി എന്ന് പറയുന്നത് എച്ചുമായിട്ട് വിപരീത അനുപാതത്തിലായിരിക്കും. അപ്പൊ ഏത് വശം എടുത്താലും ബിയും എച്ചും തമ്മിൽ എന്തായിരിക്കും റിലേഷൻ? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും, അതായത് വിപരീത അനുപാതത്തിലായിരിക്കും. അവിടുത്തെയും പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആനുപാതിക സ്ഥിരം എന്ത് തന്നെയായിരിക്കും? 2a തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് അവിടെയും ഈ ലാസ്റ്റ് എഴുതിയ പോലെ തന്നെ ദ ലെങ്ത് ഓഫ് ലോങ്ങസ്റ്റ് സൈഡിന് പകരം എന്ത് കൊടുക്കാം? ഷോർട്ടസ്റ്റ് സൈഡ് കൊടുക്കാം അല്ലെ. ഷോർട്ടസ്റ്റ് സൈഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലർ ഫ്രം ഓപ്പോസിറ്റ് വെർട്ടെക്സ്. അതായത് ഏറ്റവും വലിയ വശത്തിന്റെ നീളത്തിന് പകരം നമുക്ക് ഇവിടെ എന്ത് എഴുതണം? ഏറ്റവും ചെറിയ വശത്തിന്റെ നീളവും എതിർമൂലയിൽ നിന്ന് ആ വശത്തിലേക്കുള്ള ലംബത്തിന്റെ നീളവും വിപരീത അനുപാതത്തിലായിരിക്കും. അതുപോലെ തന്നെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ത് തന്നെയായിരിക്കും? 2a തന്നെ ആയിരിക്കും. അപ്പൊ അടുത്തായിട്ട് നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യനകത്തിൽ റെഗുലർ പോളിഗൺസിനെ പറ്റിയാണ് പറയുന്നത്. റെഗുലർ പോളിഗൺസ് എന്ന് പറഞ്ഞാൽ സമബഹുഭുജം അല്ലെ. അതായത് എല്ലാ വശങ്ങളും എല്ലാ കോണുകളും ഈക്വൽ ആയിട്ടുള്ള പോളിഗൺസ് ആണ് സമബഹുഭുജം. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ ഈ സമബഹുഭുജങ്ങളുടെ സൈഡിന്റെ നമ്പർ, അതായത് വശങ്ങളുടെ എണ്ണം. ഇവിടെ നോക്കിയ വശങ്ങളുടെ എണ്ണം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ 3 വശങ്ങളാണ് അല്ലേ. സ്ക്വയർ ആണെങ്കിൽ 4 വശങ്ങളുണ്ട്. അതുപോലെ തന്നെ റെഗുലർ പെന്റഗൺ ആണെങ്കിൽ 5 വശം. അപ്പൊ അങ്ങനെ പോകും അല്ലെ. അപ്പൊ ഈ റെഗുലർ പോളിഗൺസിന്റെ എല്ലാം വശങ്ങളുടെ എണ്ണവും അതുപോലെ തന്നെ ഇതിന്റെ ഔട്ടർ ആംഗിൾ ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പുറംകോൺ അല്ലെ. പുറംകോണിന്റെ അളവും തമ്മിലുള്ള റിലേഷൻ ആണ്. അതിന്റെ റിലേഷൻ നമുക്ക് ഇക്വേഷൻ ആയിട്ട് എഴുതണം, അതായത് സമവാക്യമായിട്ട് എഴുതണം. അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന ഈ അളവുകളുണ്ടല്ലോ, ഏതൊക്കെയാണ്? വശങ്ങളുടെ എണ്ണവും കോണുകളുടെ അളവും അല്ലെ. ആ 2 അളവുകളെ നമുക്ക് പ്രപ്പോർഷനായിട്ട് പറയാൻ പറ്റുമോ, അതായത് അനുപാതമായിട്ട് പറയാൻ പറ്റുമോ? അതുപോലെ തന്നെ ആനുപാതിക സ്ഥിരം അല്ലെങ്കിൽ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നോക്കിയേ, നമുക്കറിയാം ഈ ഔട്ടർ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഏതൊരു പോളിഗൺസിലാണെങ്കിലും ഔട്ടർ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 360 ആണ് അല്ലെ. 360 ആണ് എല്ലാ പോളിഗൺസിലെയും ഔട്ടർ ആംഗിളിന്റെ സമ്മ്. റെഗുലർ പോളിഗൺസ് വരുമ്പോൾ ഈ ഔട്ടർ ആംഗിളിനെ ഈക്വൽ ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? 360നെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന വെച്ചാൽ 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുക, 3 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഒരിടത്ത് എത്രയായിരിക്കും? ഒരിടത്ത് 120 ആയിരിക്കും. അറിയാലോ, 360നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരിടത്ത് 120 കിട്ടും. ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, അതായത് സമഭുജ ത്രികോണം ആയതുകൊണ്ടാണ്. സാധാരണ ത്രികോണത്തിൽ ഒരേപോലെ ആയിരിക്കത്തില്ല ഡിവൈഡ് ചെയ്യുന്നത്. ഇത് സമഭുജ ത്രികോണം ആയതുകൊണ്ട് എന്താണ്? ഇതിനെ 3ഉം ഈക്വൽ ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ
ഈ ഒരു സ്ക്വയറിന്റെയും ഔട്ടർ ആംഗിൾ പുറം കോണുകൾ എത്ര തന്നെയായിരിക്കും? പുറം കോണുകളുടെ സം എത്ര തന്നെയായിരിക്കും? 360 തന്നെയായിരിക്കും അല്ലേ? അതിനെ 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വീതം കിട്ടും? 90 വീതം കിട്ടും അല്ലേ? അപ്പൊ ഇവിടെ 90 വീതമായിരിക്കും. അതുപോലെ തന്നെ ഇതൊരു റെഗുലർ പെന്റഗൺ ആണ് അല്ലേ? അപ്പൊ ഇതിന്റെ ഔട്ടർ ആംഗിൾ എത്ര വീതമായിരിക്കും? അതിനെ 5ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 360നെ 5ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പം 72 വീതവും കിട്ടും. അപ്പോൾ ഇവിടെ നോക്കി നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. സം ഓഫ് ഔട്ടർ ആംഗിൾ പുറം കോണുകളുടെ തുക എത്രയാണ്? 360 ആണ് അല്ലേ? അതായത് ഈ പുറം കോണുകളെല്ലാം കൂടെ കൂട്ടുമ്പം എത്ര കിട്ടും? 360 കിട്ടും. അതുപോലെ തന്നെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൽ ഒരു ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്, അതായത് സമഭുജ ത്രികോണത്തിലെ ഒരു പുറം കോണം എന്ന് പറയുന്നത് എത്രയാണ്? 120 ആണ്. ആ 120 എങ്ങനെയാണ് കിട്ടിയത്? മൊത്തം ഔട്ടർ ആംഗിളിനെ, അതായത് സം ഉണ്ടല്ലോ 360, അതിനെ ഈ സൈഡ് കൊണ്ട്, എത്ര സൈഡ് ഉണ്ട്? 3 സൈഡ് ഉണ്ട് ത്രികോണത്തിന് അല്ലേ? ആ സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് ഒരെണ്ണത്തിന്റെ ആംഗിൾ നമുക്ക് കിട്ടിയത്. അങ്ങനെ സ്ക്വയറിലാണെങ്കിലോ ബാക്കിയെല്ലാം ഇതുപോലെയാണ് എഴുതേണ്ടത്. ഇൻ സ്ക്വയർ 1 ഔട്ടർ ആംഗിൾ, അല്ലെങ്കിൽ സമചതുരത്തിലെ ഒരു പുറം കോണം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 ആണല്ലേ? 90 ആണ്. അടുത്ത റെഗുലർ പെന്റഗൺ ആണ്, അതായത് സമപഞ്ചഭുജമാണ്. സമപഞ്ചഭുജത്തിലെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 72 ഡിഗ്രിയാണ്. അതെന്ന് പറയുന്നത് 360നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ്. ഇനി അടുത്ത ഷഡ്ഭുജം വരുമ്പോഴോ, സമഷഡ്ഭുജം വരുമ്പോഴോ, അതായത് റെഗുലർ ഹെക്സഗൺ വരുമ്പോൾ അതിന് 6 സൈഡ് ഉണ്ട് അല്ലേ? അപ്പൊ 360നെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ n സൈഡ് ഉള്ള ഒരു പോളിഗണ്, നമ്പർ ഓഫ് സൈഡ്സ്, വശങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ n ആണ്. n സൈഡ് ഉള്ള ഒരു പോളിഗണിന്റെ ഒരു ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? നമുക്കറിയാം 3 സൈഡുള്ള ഇക്വിലാറ്ററൽ ട്രയാംഗിൾ സമഭുജ ത്രികോണം വന്നപ്പോൾ 360/3 എന്ന് വന്നല്ലേ? 4 സൈഡുള്ള സ്ക്വയർ വന്നപ്പോഴോ, സമചതുരം വന്നപ്പോഴോ 360/4 എന്ന് വന്നു. 5 സൈഡുള്ള റെഗുലർ പെന്റഗൺ വന്നപ്പോൾ, അതായത് സമപഞ്ചഭുജം വന്നപ്പോൾ 360/5 എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ n സൈഡുള്ള ഒരു റെഗുലർ പോളിഗൺ ആണെങ്കിലോ, n സൈഡുള്ള സമബഹുഭുജമാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഒരു ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കുന്നത്? 360/n അല്ലേ? ഈ നമ്പർ ഓഫ് സൈഡ്സ്, വശങ്ങളുടെ എണ്ണമാണ് നമ്മളിവിടെ താഴെ കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ വശങ്ങളുടെ എണ്ണം അറിയാമെങ്കിൽ ഒരു റെഗുലർ പോളിഗണിനത്തിൽ മാത്രമേ ഇത് പറ്റത്തുള്ളൂ കേട്ടോ. സമബഹുഭുജത്തിൽ മാത്രമേ പറ്റത്തുള്ളൂ, കാരണം അത് ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പോൾ ഒരു റെഗുലർ പോളിഗണില് ഒരു ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 360 ടോട്ടൽ ആംഗിളിനെ ആ വശങ്ങളുടെ എണ്ണം കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നോക്കിയേ, 1 ഔട്ടർ ആംഗിൾ ഓഫ് n സൈഡ്സ് റെഗുലർ പോളിഗൺ x ഡിഗ്രി, അതായത് n വശങ്ങളുള്ള സമബഹുഭുജത്തിന്റെ ഒരു പുറംകോണാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ പുറംകോൺ x ഡിഗ്രി എന്ന് എടുത്താൽ അത് എത്രയായിരിക്കും? 360നെ ആ സൈഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? n സൈഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്, n വശം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ n കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇനി നോക്കി, നമുക്ക് എന്തിന്റെയൊക്കെ റിലേഷൻ ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്? പുറം കോണിന്റെ, അതായത് ഔട്ടർ ആംഗിളിന്റെയും നമ്പർ ഓഫ് സൈഡ്സിന്റെയും, അതായത് പോളിഗണിന്റെ വശങ്ങളുടെയും റിലേഷനാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? എക്സ് എന്ന് പറയുന്നത് റെഗുലർ പോളിഗണിന്റെ ഒരു ഔട്ടർ ആംഗിൾ ആണ്. n എന്ന് പറയുന്നതോ റെഗുലർ പോളിഗണിന്റെ സൈഡിന്റെ എണ്ണവുമാണ്. അപ്പൊ ഇത് തമ്മിൽ എങ്ങനെയാണ് റിലേഷൻ വന്നേക്കുന്നത്? എക്സ് ഡിഗ്രി എന്ന് പറയുന്നത് 360/n എന്നാണ് അല്ലേ? അതായത് എക്സ് കൂടുമ്പോൾ n കുറയുന്നു, അല്ലെങ്കിൽ എക്സ് കുറയുമ്പോൾ n കൂടുന്നു. ഇവരുടെ റിലേഷൻ എങ്ങനെയാ കാണപ്പെടുന്നത്? ഇൻവേഴ്സ് ആണല്ലേ? അപ്പൊ എക്സ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു 1/n എന്നാണ്. അതായത് നമുക്ക് എന്ത് പറയാം? എക്സും എന്നും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്, അല്ലെങ്കിൽ വിപരീത അനുപാതത്തിലാണെന്ന് പറയാം അല്ലേ? അതുപോലെ തന്നെ ഇവിടുത്തെ കോൺസ്റ്റന്റ് എന്തായിരിക്കും? 360 ആയിരിക്കും അല്ലെ? 360 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം വൈയുടെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? y = k/x എന്നാണ് അല്ലേ? അപ്പം ന്യൂമറേറ്ററിൽ കിടക്കുന്നത്, അംശത്തിൽ കിടക്കുന്നതാണ് k, കോൺസ്റ്റന്റ്, ആനുപാതിക സ്ഥിരം അല്ലെങ്കിൽ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. ഇവിടെ അംശത്തിൽ കിടക്കുന്ന ഏതാണ്? 360 ആണ്. അപ്പൊ അവിടുത്തെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 360 ആയിരിക്കും. അപ്പൊ നമുക്ക് ലാസ്റ്റ് എന്ത് എഴുതാം? 1 ഔട്ടർ ആംഗിൾ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് സൈഡ്സ് അല്ലേ? അതായത് സമബഹുഭുജങ്ങളിൽ വശങ്ങളുടെ എണ്ണവും ഒരു പുറംകോണിന്റെ അളവും വിപരീത അനുപാതത്തിലായിരിക്കും. പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആനുപാതിക സ്ഥിരം k എന്ന് പറയുന്നത് 360 ഡിഗ്രിയും ആയിരിക്കും. അപ്പൊ ഈ ചാപ്റ്ററിലെ എല്ലാ എക്സസൈസും നമ്മൾ ചെയ്തു കഴിഞ്ഞു, അതായത് ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണും. താങ്ക്